നായർക്ക് നിൽക്കാൻ പാടുള്ളൂ. അയിത്തം. നായരുടെ 32 അടി ദൂരത്ത് മാത്രമേ ഈഴവന് നിൽക്കാൻ പാടുള്ളൂ. ഈഴവന്റെ 32 അടി ദൂരത്ത് മാത്രമേ പൊലയന് നിൽക്കാൻ പാടുള്ളൂ. അയിത്തം. ഈ നായർക്ക് ബ്രാഹ്മണന്റെ 32 അടി ദൂരത്ത് നിൽക്കേണ്ടി വരുന്നതിൽ വളരെയധികം അമർഷമുണ്ട്. എങ്കിലും ഈഴവനെ കൃത്യമായി അവർ 32 അടി ദൂരത്ത് നിർത്തിയിരുന്നു. ഇതുതന്നെയാണ് ഈഴവന്റെയും അവസ്ഥ. നായരോടും ബ്രാഹ്മണനോടും അമർഷമുണ്ട്, പക്ഷെ പൊലയനെ 32 അടി ദൂരത്ത് തന്നെ നിർത്തിയിരുന്നു. ചുമ്മാ ഓരോന്ന് തള്ളാതെ മിസ്റ്റർ ശ്രീനിവാസൻ. ഇതിനൊന്നും ഇപ്പോൾ യാതൊരു പ്രസക്തിയുമില്ല ഈ കേരളത്തിൽ. ഈ കേരളത്തിൽ ഇന്ന് എവിടെയാണ് ജാതി വ്യവസ്ഥ? എന്തിനാണ് ഇതിനെയൊക്കെ പറ്റി സംസാരിക്കുന്നത്? ജാതി വ്യവസ്ഥ ഏതോ കാലത്ത് ആരൊക്കെയോ കുറച്ച് ജാതിപരമായിട്ടുള്ള വിവേചനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം ഒരു പക്ഷേ, എന്ന് വിചാരിച്ച് ഇതൊന്നും ഇന്ന് ഒട്ടും റിലവൻ്റ് അല്ല. ദിസ് ഈസ് ആൻ അൺവാണ്ടഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറലവൻറ്റ് ടു ദ കറണ്ട് സിറ്റുവേഷൻ മിസ്റ്റർ ശ്രീനിവാസൻ. നമ്മുടെ ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സംവരണം എടുത്ത് കളയണം. അതിനെപ്പറ്റി വല്ലതും സംസാരിക്കാം. നമുക്ക് സംവരണം